വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസം ബയോളജിയുടെ ക്ലാസ്സിലെ വിസർജന വ്യവസ്ഥയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലെ. വിസർജന വ്യവസ്ഥയിൽ ഏതാണ് നമ്മൾ പഠിച്ചത്? വൃക്കയാണ് പഠിച്ചത്. ഇനി ബാക്കി കരളും അതുപോലെ തന്നെ ത്വക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കരളും ത്വക്കും ഇന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ബയോളജിയുടെ ഭാഗം കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മാത്സ് മാത്രമാണ്. അപ്പൊ മാത്സ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ മാത്സും കൂടി ഉള്ളത് കൊണ്ടാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തിന്റെയൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ റിനൈസൻസ് ഹിസ്റ്ററി ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ളത് അപ്ലോഡ് ചെയ്യേണ്ട. അതും കൂടി നമ്മൾ ഈ ക്ലാസ് കഴിയണ വരെ ടോപ്പിക്സ് കവർ ചെയ്യണവരെ അതും കൂടെ അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകാം. മാത്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും SCRT-യിലേക്കും കടക്കാം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലൊന്ന് നമുക്ക് കരൾ പഠിക്കാം അല്ലെ. എന്താണ് കരളിനെ കുറിച്ചുള്ള പഠനം? കരളിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഹെപ്പറ്റോളജി എന്നാ വിളിക്കുക. കരളിനെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കുക? ഹെപ്പറ്റോളജി കേട്ടോ. കരളിനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? ഹെപ്പറ്റോളജി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി കരളുമായിട്ട് ബന്ധപ്പെട്ട് കരളിന്റെ കുറച്ച് പ്രത്യേക പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കണം. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കരളിനെയാണ്. ശരീരത്തിന്റെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്നു. ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തരിക അവയവം കേട്ടോ. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കരളാണെന്ന്. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ അവയവമാണ് ഏത്? കരൾ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മദ്യം ബാധിക്കുന്ന ശരീര അവയവമാണ് കരൾ. മദ്യം ബാധിക്കുന്നത് കരളിനെയാണ്. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. എവിടെയാണ് യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം ഏതാണ്? കരളാണ്. ഇനി പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം. അപ്പൊ കരളിൽ നിന്ന് നമ്മൾ കരൾ കൊടുക്കുക എന്ന് പറയില്ലേ മറ്റൊരാൾക്ക്. നമ്മൾ ഒരാൾക്ക് ഇത്തിരി കൂടി നമ്മുടെ ശരീരത്തിലെ കരൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആ കൊടുത്ത ഭാഗം വീണ്ടും വീണ്ടും നമ്മുടെ വലുതായി വരും. അതാണ് അതേ രീതിയിൽ വലിപ്പത്തിലെത്തി മാറും. അത് പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ ഒറ്റ അവയവേ ഉള്ളൂ. അതേതാണ്? കരളാണ്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ഇനി അടുത്തത്, ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനം നടക്കുന്ന അവയവം ഏതാണ്? കരളാണ്. അപ്പൊ നമ്മുടെ രക്തത്തില് എന്ത് കുറയാണ്? ഗ്ലൂക്കോസ് കുറയാണെന്ന് വിചാരിക്കാം. ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ഗ്ലൈക്കോജനെ വിഘടിച്ച്, എന്താണ് ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജന്റെ വിഘടനം നടന്ന് ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്തത്, രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നതും ഏതിൽ തന്നെയാണ്? കരളിൽ തന്നെയാണ്. രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൈക്കോജനെ എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത്, മാറ്റി സംഭരിക്കുന്നതും ഇവിടെ തന്നെയാണ്? നമ്മുടെ കരളിൽ തന്നെയാണ്. അപ്പൊ കരളിനെ കുറിച്ചുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ രാസപരീക്ഷണശാലയാണ് കരള്. ആന്തരിക അവയവമാണ് കരള്. രണ്ടാമത്തെ വലിയ അവയവമാണ് കരള് അല്ലെ. ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരള്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. മദ്യം ബാധിക്കുന്ന ശരീരത്തിന്റെ അവയവമാണ് കരള്. യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവമാണ് കരള്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ.
അല്ലെ. ഇനി ശരീരത്തില് എന്താണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ, രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കുന്ന അവയവം ഏതാണ്? കരളാണ്. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നതും ഏതിൽ തന്നെയാണ്? കരളിൽ തന്നെയാണ്. ഈ കരളിന്റെ ഭാരം എത്രയാണ് മക്കളെ? 1500 ഗ്രാം ആണ് കരളിന്റെ ഭാരം. അപ്പൊ കരളിന്റെ ഭാരം 1500 ഗ്രാം ആണ്. കരൾ ഒരു ദഹനരസം പുറപ്പെടുവിക്കുന്നുണ്ട്. കരൾ ഒരു ദഹനരസം പുറപ്പെടുവിക്കുന്നു. ആ പുറപ്പെടുവിക്കുന്ന ദഹനരസത്തെ നമ്മൾ പിത്തരസം എന്ന് വിളിക്കുന്നു. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം ഏതാണ്? ഈ പിത്തരസമാണ്. ഈ പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസമാണ്. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസമാണ്. പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. ഇനി കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബ്രിനോജൻ ആണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. അപ്പൊ കരളിന്റെ ഭാരം 1500 ഗ്രാം ആണ്. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസമാണ്. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഇനി കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ ആണ്. ഏതാണ് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ്? ഏതാണ്? ഗ്ലൈക്കോജൻ. അപ്പൊ കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. ഏതാണ്? ഗ്ലൈക്കോജൻ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? വിഷം ഏതാണ്? അമോണിയയാണ്. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയയാണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ നമ്മൾ മുമ്പ് വൈറ്റമിൻസ് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, കണ്ണേ കരളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി അടുത്തത് അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന വസ്തു ഏതാണ്? ഏതാണ്? അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന്, കരളിലുള്ള വിഷവസ്തുവാണ് അമോണിയ. ആ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? യൂറിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നുണ്ടാകുന്നതാണ് ഏത്? യൂറിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി രക്തത്തിലെ പല വിഷപദാർത്ഥങ്ങളും കലരാം. അങ്ങനെ കലരുന്ന വിഷപദാർത്ഥങ്ങൾ അതുപോലെ തന്നെ ആൽക്കഹോൾ തുടങ്ങിയവ വിഘടിക്കുന്നതും നിർവീര്യമാക്കപ്പെടുന്നതും എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. അപ്പൊ രക്തത്തിൽ കലരുന്ന ഒന്നുകിൽ വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും കലർന്നാൽ, അല്ലെങ്കിൽ എന്താണ്? മദ്യം, ഇതൊക്കെ രക്തത്തിൽ ചെല്ലുമ്പോ അത് വിഘടിക്കുന്നതും നിർവീര്യമാക്കപ്പെടുന്നതും എവിടെ വെച്ചിട്ടാണ്? എന്താണ്? വിഘടനം നടക്കുകയും അതുപോലെ തന്നെ നിർവീര്യമാക്കുകയും ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണെന്നാ പറയുന്നത്? കരളിൽ വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇനി കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഒന്ന് ഹെപ്പറ്റൈറ്റിസ്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ സിറോസിസ് കേട്ടിട്ടുണ്ട് അല്ലെ? ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് അസുഖം? ലിവർ സിറോസിസ് ആണ് എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസിൽ തന്നെ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പൊ കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകം. കരളിലെ കോശങ്ങളൊക്കെ ജീർണിക്കുകയാണ്. ഏതില്? സിറോസിസ്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ കരളിലുള്ള കോശങ്ങളില്ലേ, ആ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഏതാ? നമ്മൾ പറഞ്ഞു കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെയും കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എയും ആണ്. ഇനി അടുത്തത് പിത്തരസം. നമ്മൾ നേരത്തെ പിത്തരസത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? ആ പിത്തരസത്തില് എന്താണ്? പിത്തരസത്തിൽ
എന്താ പറയാ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വർണ്ണവസ്തു ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ബിലിറുബിൻ. എന്താണ്? ബിലിറുബിൻ ആണ്. ബിലിറുബിൻ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു, അതായത് കരൾ പുറപ്പെടുവിക്കുന്ന ദഹന രസമാണ് പിത്തരസം. ആ പിത്തരസത്തിൽ ഒരു വർണ്ണവസ്തു ഉണ്ട്, ബിലിറുബിൻ. ബിലിറുബിൻ മാത്രമല്ല, ബിലിറുബിൻ, ബിലിവിർഡിൻ എന്നിവ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ്, ബിലിറുബിനും ബിലിവിർഡിനും. അപ്പൊ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റിന് അല്ലെ, അമോണിയ എന്താണ് കാർബോഹൈഡ്രേറ്റിന്? നമ്മള് കരളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോജൻ എന്ന് വിളിക്കുന്നത്. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ. ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നാണ് യൂറിയ ഉണ്ടാകുന്നത്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഇനി രക്തത്തിൽ കലരുന്ന വിഷപദാർത്ഥങ്ങളും മദ്യവും ഒക്കെ വിഘടിക്കുന്നതും നിർവീര്യമാകുന്നതും കരളിൽ വെച്ചിട്ടാണ്. കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സീറോസിസും. ഹെപ്പറ്റൈറ്റിസിൽ തന്നെ ബി ആണ് കുറച്ചും കൂടി മാരകമായിട്ടുള്ളത്. കരളിലെ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സീറോസിസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ പിത്തരസം, കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കളാണ് ഏതൊക്കെ? ബിലിവിർഡിനും അതുപോലെ തന്നെ ബിലിറുബിനും. അപ്പൊ ഇത്രയാണ് കരളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ത്വക്ക് എന്ന് പറയുന്ന അവയവം കൂടി വിസർജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ത്വക്കും കൂടെ നമുക്ക് പഠിച്ചവസാനിപ്പിക്കാം. ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഡെർമറ്റോളജി എന്ന് വിളിക്കുന്നു. ത്വക്കിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജി. നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോവാന്നൊക്കെ പറയും അല്ലെ, സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന. അപ്പൊ ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തെ ഡെർമറ്റോളജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് വിളിക്കുന്നത് ത്വക്കിനെയാണ്. വൃക്ക, കരള് എന്നിവ കൂടാതെ വിസർജന വ്യവസ്ഥയില് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഏത്? ത്വക്ക്. ത്വക്കിന് നിറം നൽകുന്നത് ഒരു വർണ്ണവസ്തുവാണ്. ആ വർണ്ണവസ്തുവിന്റെ പേര് മെലാനിൻ എന്നാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവിനെ മെലാനിൻ എന്ന് പറയുന്നു. ത്വക്ക് വളരെ സ്മൂത്ത് ആയിട്ടിരിക്കാൻ ത്വക്കിന് മൃദുത്വം നൽകുന്ന എന്താ പറയാ ദ്രവം ഏതാണ്? സേബമാണ്. അപ്പൊ ഇതിന് എന്താ പറയാ സ്മൂത്ത്, ചിലരുടെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും അല്ലെ. ആ മൃദുത്വം നൽകുന്നത് ഏതാണെന്നാ പറഞ്ഞത്? സേബമാണ് എന്ന് മനസ്സിലാക്കാം. ത്വക്കിന്റെ പ്രധാന ധർമ്മം എന്താണ്? ശരീരത്തിലെ ഊഷ്മാവിനെ നിലനിർത്തുക. ശരീര ഊഷ്മാവ് നിലനിർത്തുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ത്വക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ ത്വക്കില് നിറം നൽകുന്നതാണ് മെലാനിന്. ഈ മെലാനിൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗത്തെ നമ്മൾ ആൽബിനിസം എന്ന് വിളിക്കുന്നു. ആൽബിനിസം ആണ്, അതായത് മെലാനിൻ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽബിനിസം എന്ന് വിളിക്കുന്നത്. ത്വക്കിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഒന്ന് എക്സിമ. ഏതാണ്? എക്സിമ. ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എക്സിമ. അടുത്തത് സോറിയാസിസ്. എക്സിമയും സോറിയാസിസും ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എക്സിമയും സോറിയാസിസും. അതുപോലെ തന്നെ ജീവകം ഡി എവിടെയാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്വക്കിലാണ്. ജീവകം ഡി നിർമ്മിക്കുന്നത് ത്വക്കിലാണ്. അപ്പൊ ത്വക്കിനെ കുറിച്ചുള്ള പഠനത്തെ ഡെർമറ്റോളജി എന്ന് വിളിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. വൃക്കകൾ, കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് ത്വക്ക്. ത്വക്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നതാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ്. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവത്തിന്റെ പേര് സേബം എന്നാണ്. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് എക്സിമയും സോറിയാസിസും. ജീവകം ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ച് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ത്വക്കിൽ വെച്ചാണ്. അപ്പൊ ഇത്രയാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? വൃക്ക, അതുപോലെ തന്നെ കരള്, അതുപോലെ തന്നെ ത്വക്ക്. വിസർജന വ്യവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ വിസർജന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 അവയവങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ് ഭംഗിയായിട്ട് നോട്ട് എഴുതിയെടുത്ത്, ആവശ്യമുള്ള ഒരു നോട്ട് തന്നെ എഴുതിയെടുത്ത് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.